ദുഃഖം ഘനീഭവിച്ചു നിൽക്കുന്ന അന്തരീക്ഷമാണിത്. കണ്ണീരടക്കാൻ പാടുപെട്ട് ജനങ്ങൾ ബിന്ദുവിന് വിട നൽകുന്നു. തലയോലപ്പറമ്പിലെ ബിന്ദുവിൻ്റെ വീട്ടിൽ നിന്നുള്ള സംസ്കാര ചടങ്ങിൻ്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. വലിയ തോതിൽ ആളുകൾ എത്തിയിട്ടുണ്ട്. കണ്ടറിഞ്ഞും കേട്ടറിഞ്ഞും ഒക്കെ ഒരുപക്ഷെ ബിന്ദുവിനെ പരിചയമില്ലാത്തവർ പോലും അങ്ങോട്ടേക്ക് എത്തി അന്തിമോപചാരം അർപ്പിക്കാനെത്തി. കാരണം അതെല്ലാവരുടെയും ഒരു ബാധ്യതയാണ് എന്നൊരു തിരിച്ചറിവ് കൊണ്ടുകൂടിയാണ്. പ്രാർത്ഥനകളോടെ ആ മൺകലമുടച്ച് ചടങ്ങുകൾ പൂർത്തിയാക്കുകയാണ് മകൻ നവനീത്. ശേഷം ചിതകൂട്ടും. ബിന്ദു ആ മണ്ണിൽ അലിഞ്ഞു ചേരും. പക്ഷേ അപ്പോഴും ഒരു വലിയ ചോദ്യം നിൽക്കുന്നത് ബിന്ദുവിൻ്റെ ഈ മരണത്തിൻ്റെ ഉത്തരവാദികൾ ആര്? ആ ഉത്തരവാദികൾക്ക് കൃത്യമായ ശിക്ഷ അല്ലെങ്കിൽ ഒരു നീതി. ഇതിവിടെ വേണ്ട നീതി എന്ന് പറഞ്ഞാൽ ഒരു ഉദ്യോഗസ്ഥർക്കെതിരെ സസ്പെൻഷൻ എടുത്തു അവരെ പുറത്താക്കിക്കൊണ്ടുള്ള നടപടികളല്ല. ഇവിടെ യഥാർത്ഥത്തിൽ വേണ്ട നീതി ഈ പൊതുജന സംവിധാനം മുഴുവൻ നന്നാവുക, പൊതുജന ആരോഗ്യ സംവിധാനം മുഴുവൻ നന്നാവുക, അവിടെ എത്തുന്ന ഓരോരുത്തർക്കും കൃത്യമായ ചികിത്സ ലഭിക്കുക, അവിടുത്തെ കെട്ടിടങ്ങളടക്കം എല്ലാവിധ സംവിധാനങ്ങളും സുരക്ഷിതമാവുക എന്നതാണ് ബിന്ദുവിന് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ നീതി. അത് ഒരുപക്ഷെ ഒരു നടപടിക്രമമോ അല്ലെങ്കിൽ ഇതിൻ്റെ ചുമതലപ്പെട്ട സൂപ്രണ്ടിന് ഒരു സസ്പെൻഷൻ അല്ലെങ്കിൽ മറ്റ് ആളുകൾക്ക് ഒരു പുറത്താക്കൽ നടപടി, അതൊക്കെ സാങ്കേതികമായി ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ ഏറ്റവും വലിയ നീതി എന്നത് നമ്മുടെ കേരളത്തിൻ്റെ നമ്മൾ നമ്പർ 1 എന്ന് പറഞ്ഞ് അഭിമാനിക്കുന്ന അഭിമാനമുണ്ടെങ്കിൽ ആ പൊതുജനാരോഗ്യ സംവിധാനം അതിൻ്റെ പരിപൂർണ്ണം. നമുക്കറിയാം ഒരുപാട് പ്രായോഗിക ബുദ്ധിമുട്ടുകൾ, പരിമിതികളൊക്കെ പലപ്പോഴും സംവിധാനങ്ങൾക്ക് വന്നു ചേരാം. 100 പേർ വരേണ്ട അടുത്ത് 1000 പേർ വന്നാൽ അതിൻ്റെ പ്രതിസന്ധികൾ ഉണ്ടാകും. പക്ഷേ അതിനെ ഘട്ടം ഘട്ടമായി മറികടക്കാനുള്ള ഒരു മനസ്സും ശ്രമവും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണം. അതിലെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടുമ്പോൾ അതിനെ വിമർശന ബുദ്ധിയോടെയല്ല, ശരിയാണ് ആ തെറ്റുകൾ സംഭവിച്ചു, നമ്മളത് തിരുത്തും എന്നുറപ്പോടുകൂടി പറയാനും ആ തിരുത്താനുള്ള നടപടികൾ എടുക്കാനുമുള്ള ആർജവുമാണ് യഥാർത്ഥത്തിൽ ബിന്ദുവിൻ്റെ ഈ ജീവന് നമ്മൾ നൽകുന്ന നീതി. ബിന്ദുവിൻ്റെ ഈ മരണമെങ്കിലും കണ്ണ് തുറപ്പിക്കണം. പൊതുജനാരോഗ്യ സംവിധാനത്തെ വിശ്വസിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് ഇനി ഈ ഗതി ഉണ്ടാകരുത്. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവണം. ഇപ്പോൾ ഈ കെട്ടിടങ്ങളുടെയൊക്കെ സുരക്ഷ ഓഡിറ്റ് നടത്താൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു സർക്കാരിൻ്റെ ഭാഗത്ത് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ആശുപത്രി കെട്ടിടങ്ങളിൽ അടിയന്തര സുരക്ഷാ പരിശോധന നടത്താനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. എല്ലാ സ്ഥാപന മേധാവികളും നാളെ DHSന് റിപ്പോർട്ട് നൽകണമെന്നും പറയുന്നു. ഒരു ജീവൻ വേണ്ടി വന്നു അതിന്. നമ്മൾ ഈ കാണുന്ന കാഴ്ചകൾ വേണ്ടി വന്നു. ഈ 2 കുഞ്ഞുങ്ങളുടെ കണ്ണീര് വേണ്ടി വന്നു അതിന്. മരിച്ചതിന് ശേഷവും എന്തിനാണ് ഈ സ്ത്രീയെ ഇങ്ങനെ സർക്കാർ പുറത്തു നിർത്തിയിരിക്കുന്നത് എന്ന ചോദ്യം ഇപ്പോഴും കാതുകളിൽ മുഴങ്ങുന്നുണ്ട്. കണ്ണീരോടെ വിട നൽകുകയാണ് ആ കുടുംബം. ബിന്ദു എന്ന കുടുംബത്തിന് വേണ്ടി കഴിഞ്ഞ നാളുകളിൽ അത്രയും മറ്റൊന്നും നോക്കാതെ എല്ലാ ജോലികളും എടുത്ത് കുടുംബത്തെ നയിച്ച ആ വനിതയ്ക്ക് കണ്ണീരോടെ ഹൃദയം തകർന്ന് മക്കളും ഭർത്താവും അമ്മയും നാട്ടുകാരും വിട നൽകുകയാണ്. അഭിലാഷ്, ഒന്ന് ആലോചിച്ചു. ഇപ്പോൾ കെട്ടിടങ്ങളുടെ സുരക്ഷാ പരിശോധനയ്ക്ക് നിർദ്ദേശം. ഇത് സമയാസമയങ്ങളിൽ അത് നടപ്പാക്കുക. ഓരോ മാസവും അല്ലെങ്കിൽ വർഷത്തിലൊരു 2 തവണയെങ്കിലും മെഡിക്കൽ കോളേജുകളുടെയൊക്കെ കെട്ടിടങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുക, അവിടുത്തെ ഉപകരണങ്ങളുടെ മേന്മ ഉറപ്പുവരുത്തുക. ഇതൊക്കെ സ്വാഭാവികമായി ചെയ്യുന്ന കാര്യങ്ങളല്ലേ. നമ്മൾ സാധാരണ ഇതിലൊരു വീട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീടിൻ്റെ 1-2 വർഷം കഴിയുമ്പോൾ അതിന് മെയിൻ്റനൻസ് വേണോ, പെയിൻ്റ് അടിക്കണോ, അല്ലെങ്കിൽ കട്ടില ചെതൽ പിടിച്ചിട്ടുണ്ടോ എന്നൊക്കെ സാധാരണ ഇതിൽ മനുഷ്യൻ നോക്കുന്ന കാര്യമല്ലേ. അപ്പോൾ ഇത്രയും വലിയ കെട്ടിടങ്ങൾ, ഇത്രയും വലിയ സംവിധാനങ്ങളാകുമ്പോൾ, കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നതാകുമ്പോൾ അതിൽ അത്രയേറെ ശ്രദ്ധ വേണമെന്നത് വളരെ വളരെ സാമാന്യ യുക്തിയിൽ ചിന്തിച്ചാൽ പോലും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ വരുന്നു. ഇപ്പോൾ നേരത്തെ മെഡിക്കൽ കോളേജിലെ കാര്യം പറയുമ്പോൾ ഒരു ഡോക്ടർ പറഞ്ഞപ്പോഴേക്കും ഉപകരണങ്ങൾ വേഗത്തിലെത്തി. അപ്പോൾ അതിന് സാധ്യതയുണ്ട്. അങ്ങനെ ഉപകരണങ്ങൾ എത്തിക്കാനുള്ള സംവിധാനത്തിൻ്റെ മികവ് നമുക്കുണ്ട്. പക്ഷെ അത് ഇങ്ങനൊരു ഇഷ്യൂ വന്നാലേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഈ കേസിൽ തന്നെ കെട്ടിടങ്ങളുടെ സുരക്ഷ പെട്ടെന്ന് ഓഡിറ്റ് നടത്താൻ വേണ്ടി ഈ തീരുമാനം നേരത്തെയും എടുക്കാം. അപ്പോൾ മനുഷ്യൻ പൊലിഞ്ഞാലേ അല്ലെങ്കിൽ ഒരു ജീവൻ നഷ്ടപ്പെട്ടാലേ അല്ലെങ്കിൽ ഒരാൾ തൻ്റെ ഭാവി എന്തുമാകട്ടെ എന്ന് കരുതി അല്ലെങ്കിൽ അതിനെ ത്യജിക്കുന്ന നിലയിൽ വന്ന് ചട്ടലംഘനം എന്നൊക്കെ ആരോപിക്കുന്ന പോലെ തുറന്നു പറഞ്ഞാലേ കണ്ണു തുറക്കൂ എന്നത് ഒരു സംവിധാനത്തിൽ സംഭവിച്ച് എങ്ങനെയാണ് നമ്മൾ പിന്നെ വിശ്വസിക്കുക? എങ്ങനെയാണ് നമ്മൾ ഇതിൽ പ്രതീക്ഷ അർപ്പിക്കുക?